ഞാനും എൻ്റെ കിച്ചുമോനും കൂടി ഇന്നൊരു ക്ഷേത്ര ദർശനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ക്ഷേത്രം ഏതാണെന്നല്ലേ, നമ്മളുടെ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് ഞാൻ സാരിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരുക്കെല്ലാം കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ കിച്ചുമോനൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. കിച്ചുമോൻ അപ്പോൾ ഇന്ന് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞത് കൊണ്ട് മുണ്ടും ഷർട്ടുമാണ്. കിച്ചന് മുണ്ട് കൊടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഈ മുണ്ടെല്ലാം ഉടുപ്പിച്ച് ബെൽറ്റൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ആലുവ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തിരുവൈരാണിക്കുളം ക്ഷേത്രം ബസ്സില്ലാനും കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെന്നിട്ട് നമ്മളുടെ നടയിൽ നിന്ന് കിച്ചുമോനും ഞാനും കൂടി ഒരു ഫോട്ടോയും വീഡിയോ എല്ലാനും എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അകത്തേക്ക് പോയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ഇതിൻ്റെ അവസാന ദിവസമാണ്. ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി 12 ദിവസമാണ് കേട്ടോ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആകെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഫുൾ പന്തലെല്ലാം ഇട്ട് അത്യാവശ്യം ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ക്യൂ നിൽക്കുമ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ നിങ്ങളത് ക്യൂ എല്ലാം നിന്നൊരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ എല്ലാം നിന്നിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തി തൊഴുത് ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്.